ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ ബേബിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഈ വീഡിയോ കണ്ടപ്പോൾ ഇങ്ങനെയും സ്ത്രീകളുണ്ടോ എന്ന് ചിന്തിച്ചു പോയി. ശരിയാണ്, കുറച്ച് സ്ത്രീകളായ കുറച്ച് നാണോ മാനോ ഒക്കെ വേണ്ടേ. ഇതൊരല്പം കടന്നുപോയി. ഇപ്പോൾ പറയും നിനക്ക് നാണം ഉണ്ടാടി, രേണുവിൻ്റെ വീഡിയോ ഇട്ടിട്ട് പൈസ ഉണ്ടാക്കാമെന്ന് വയ്ക്കും. രേണു ഈ കിടന്ന് കാട്ടിക്കൂടുന്ന് കാണുമ്പോൾ എങ്ങനെയാണ് ഗൈസ് ഇടാതിരിക്കുന്നത്? നിങ്ങൾ പറ, എങ്ങനെയാണ് ഇടാതിരിക്കുന്നത്? രേച്ചു വന്ന് കുറച്ച് സത്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഈ വേഷം കെട്ടൊക്കെ നിന്നതാണ്. ദാ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കിച്ചുവിനെ കുത്തിക്കൊണ്ടാണ് വരുന്നത്. ഋതപ്പൻ്റെ കൂടെയും രേണു ഇന്ന് ഫോട്ടോ എടുക്കുന്നു. അതുപോലെ സുധിച്ചേട്ടൻ്റെ ഫോട്ടോയുടെ കൂടെ ഇരുന്നിട്ട് വീണ്ടും ഫോട്ടോ കയറ്റിയിട്ട് ഉള്ള ഫോട്ടോസ് ഇടുന്നു. കിച്ചുവിനെ ഒഴിവാക്കിയിട്ട് കിച്ചുന്ന മകൻ, നിന്നെ എനിക്ക് വേണ്ട, നീ എന്നെ കുറ്റം പറഞ്ഞില്ലേ, നീ എന്നെ തേച്ചില്ലേ, നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നീ പോയി സോഷ്യൽ മീഡിയ തുറന്നു പറഞ്ഞില്ലേ, ഇനി എനിക്ക് നിന്നെ വേണ്ട, എൻ്റെ പൈസ നിനക്ക് ഞാൻ തരൂല, നിന്നെ എനിക്ക് വേണ്ട. മകനെ അങ്ങോട്ട് തള്ളിക്കളഞ്ഞ ഒരു പുണ്യവതിയായ ഒരു അമ്മയുടെ കഥയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ദേഷ്യം കിച്ചുവിനോട് ഉണ്ട്. പലയിടങ്ങളിലും വന്ന് രേണു അത് പറയുന്നുണ്ട്. കിച്ചു അത് പറഞ്ഞതാണോ രേണു കുറ്റം? കിച്ചുവിനെ ഉണ്ടാക്കിയ നാണക്കേട് എന്തൊക്കെ? അവൻ 10-22 വയസ്സ് പ്രായമുള്ള ഒരു ചെറുക്കനാണ്, ഒരു മനുഷ്യനാണ്, ഒരു മൃഗമൊന്നുമല്ല അവനൊരു മനുഷ്യനാണ്. അവനെ നാറ്റിക്കുന്ന രീതിയിൽ എന്ത് ഷോർട്ട് ഫിലിമാണ് ശരി, ഷോർട്ട് ഫിലിം നീ രേണു അഭിനയിച്ചോളൂ, എന്ത് ഷോർട്ട് ഫിലിമിൽ വേണമെങ്കിലും രേണു അഭിനയിച്ചോളൂ. ഈ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്ന രംഗങ്ങൾ കുറച്ച് സുഹൃത്തുക്കളെയും കുറച്ച് ബ്രോസിനെയും വിളിച്ച്, കസിൻ ബ്രോസിനെയും വിളിച്ച് വീഡിയോ എടുപ്പിച്ച് അവരുടെ പേജിൽ ഇടിച്ച് എന്തിനാണ് കുടുംബത്തിലുള്ളവരെ നാറ്റിക്കുന്നത്? രേണുവിൻ്റെ അഭിനയം നോക്ക് നിങ്ങൾ. അഭിനയിക്കാൻ സീരിയസ്ലി അറിയില്ല ഗൈസ്. അങ്ങനെ ചേർക്ക് അത് ഫേസ് രേണുവിന്റെ ഇങ്ങോട്ട് പറഞ്ഞേ, അവന്റെ അങ്ങോട്ടായി. അങ്ങനെ റെഡി അല്ലേ രേണു? റെഡി, ആക്ഷൻ. ഇത് സത്യം പറഞ്ഞാൽ എന്ത് ഷോർട്ട് ഫിലിമാണ്? എന്തോ കാമപ്രാന്ത എല്ലാവർക്കും. നാട്ടിലുള്ള ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഇതാണ്. രേണു അത് അഭിനയിക്കുകയാണ്. എന്തിനാണ് ബാക്കിയുള്ളവരെ വിളിച്ചെടുത്തിട്ട് അവരുടെ പേജിലൊക്കെ ഇത് ഇടിക്കുന്നത്? ഇവർ എന്ത് ആൽബമാണ് എടുക്കുന്നത്? എനിക്ക് മനസ്സിലാവണില്ല. ഇതേ കാറിൽ കിടന്നുള്ള വേറെ വേഷം കെട്ട്, ഇതൊക്കെ എന്താ? സത്യം പറഞ്ഞാൽ രേണുവിനെ സംബന്ധിച്ച് രേണു ഭയങ്കര ലക്കാണ്. രേണുവിൻ്റെ ചാനൽ പൊട്ടിക്കാൻ, അല്ലെങ്കിൽ രേണുവിൻ്റെ ഇത് ഇൻസ്റ്റാ പേജ് പൊട്ടിക്കാൻ, സബ്സ്ക്രിപ്ഷനൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കുറേ പേര് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ പൂട്ടില്ല. കാരണം മെറ്റയുടെ റൂൾസിന് അഗെയിൻസ്റ്റ് ആയിട്ട് രേണു ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള അപർണയുടെ മറ്റുള്ളവരുടെയൊക്കെ അടിച്ചു പൊട്ടിച്ച പോലെയൊന്നും രേണുവിൻ്റെ പൊട്ടിക്കാൻ പറ്റില്ല. ഇതൊക്കെ എന്ത് വേഷം കെട്ടാണ്? ഇതൊക്കെ ഒരു അഭിനയമാണോ? അഭിനയിക്കുന്നവർക്ക് പോലും നാണക്കേട് ഉണ്ടാക്കുക അല്ലേ? അപ്പോൾ ഇതൊക്കെ രേണു കാണിക്കുന്നു. ഇങ്ങനെയുള്ള വേഷം കെട്ടുകൾ രേണു കാണിക്കുന്നതുകൊണ്ടാണ് രേണുവിൻ്റെ മകൻ എന്ന് പറഞ്ഞ മൂത്ത മോൻ രംഗത്ത് വന്നത്. എൻ്റെ സുഹൃത്തിൻ്റെ അമ്മമാരുടെ മുഖത്ത് പോലും എനിക്ക് നോക്കാൻ പറ്റുന്നില്ല, എൻ്റെ മൂന്നാനമ്മ കാരണം. പക്ഷെ എൻ്റെ അമ്മയും ഞാനും തമ്മിലുള്ള റിലേഷൻ ഇതാണ്, അമ്മ എന്നോട് ഇങ്ങനെയൊക്കെയാണ് പെരുമാറിയിട്ടുള്ളത് എന്ന് പറഞ്ഞ് സത്യം പറഞ്ഞാൽ കിച്ചു എസ്കേപ്പ് അടിക്കുകയായിരുന്നു, രക്ഷപ്പെടുകയായിരുന്നു. രേണുവിൻ്റെ ഇത്തരമുള്ള പ്രവൃത്തി എന്നെ ബാധിക്കാത്തത്, എന്നെ എഫക്റ്റ് ആവരുത് എന്ന് നമ്മളോടൊക്കെ റിക്വസ്റ്റ് ചെയ്യുന്ന പോലെയാണ് ഒരു തുറന്നു പറച്ചിലുമായിട്ട് കിച്ചു എത്തിയത്. ഇങ്ങനെയൊക്കെ കാണിച്ചാൽ ഏത് മക്കളാണെങ്കിലും പറയും, സ്വന്തം അച്ഛനമ്മയാണെങ്കിലും പോലും മക്കൾ പറയും. പിന്നെയാണോ അച്ഛൻ്റെ മൂന്നാം ഭാര്യയെ കുറിച്ച് സ്വാഭാവികമായിട്ടും കിച്ചു പറഞ്ഞല്ലോ, ഒരു തെറ്റുമില്ല. എന്നും എന്റെ വീക്ക്നെസ് ആയിരുന്നു, ഇഷ്ടമാണ്. എന്താ പറയാ, ഏത് പടക്കമാണോ മറ്റേ ഏറ്റവും ഇഷ്ടം ഗുണ്ടാണ്, പിന്നെ ഇഷ്ടം പൂത്തിരി ഇഷ്ടമാണ്, മറ്റേ കമ്പിത്തിരി ഇല്ല, പൂത്തിരി കമ്പിത്തിരി, പിന്നെ ഇങ്ങനെ വെച്ചിട്ട് വാണം, അതിഷ്ടമാണ്. എനിക്കെല്ലാം ഇഷ്ടമാണ്. എന്തൊക്കെ ചോദ്യങ്ങളല്ലേ ചോദിക്കുന്നത്? പടക്കം ഇഷ്ടമാണോ? രേണുവിന് മനസ്സിലാവുന്നില്ല. രേണു ഇതെന്ത് ചോദ്യം? രേണുവിന് മനസ്സിലാവുന്നുണ്ടോ? രേണുവിൻ്റെ മുഖം കണ്ടാൽ അറിയാം, ആ ചിരി കണ്ടോ? പടക്ക ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ ഇതിനൊക്കെ നാട്ടിൽ ചില പേരുകളൊക്കെ പറയും. അപ്പോൾ രേണുവിൻ്റെ മുഖഭാവവും അടുത്തിരിക്കുന്ന ഡ്രൈവറിൻ്റെ ചിരിയൊക്കെ നോക്ക്. രേണുവിനെ ഏത് കണ്ടുകൊണ്ടാണ് രേണു അവർ കാണുന്നത്? എന്നിട്ടിപ്പോൾ മറ്റുള്ളവർ വീഡിയോ ചെയ്യുമ്പോഴാണോ പ്രശ്നം രേണുവിനെ? അതിലും ഈ പറയുന്ന പോലെ ഡാനിയൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് രേണുവിനെ. രേണുവിൻ്റെ കൂടെയുള്ളവർ ഈ പറയുന്നത് കേൾക്കുന്നില്ല. രേണു സുഹൃത്തുക്കളാണത്രേ, സുഹൃത്തുക്കൾ. എന്ത് മോശമായിട്ടാണ് രേണുവിനെ അവരൊക്കെ കാണുന്നത് അല്ലേ?
എന്റെ വരുമാനം എങ്ങനെയും നിർത്തണമെന്ന് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന കുറച്ച് പേരാണ് ഈ സബ്സ്ക്രിപ്ഷന്റെ വീഡിയോസ് എടുത്ത് പുറത്തു വിടുന്നത്. ഇവന്മാരെ കുറിച്ച് ഓർത്തിട്ട് എനിക്ക് ലജ്ജയാണ് തോന്നുന്നത്. കാരണം വെറും വൃത്തികെട്ട പരിപാടിയിൽ നിന്ന് വൃത്തികെട്ട പരിപാടിയാണ് ഈ ലജ്ജയോ? ലജ്ജ എന്ന് പറയുന്ന ഒരു ഫീലിങ്സ് ഒക്കെ രേണുവിനുണ്ടോ? ലജ്ജ തോന്നാൻ അപ്പൊ വൃത്തികെട്ട പരിപാടിനേക്കാൾ വൃത്തികെട്ട പരിപാടിയാണ് കാണിക്കുന്നത്. അപ്പൊ വൃത്തികെട്ട പരിപാടിയാണ് സബ്സ്ക്രിപ്ഷൻ ചെയ്തവർക്ക് വേണ്ടി ചെയ്യുന്നതെന്ന് അറിയാം രേണുവിനെ. അവിടെ കാണിക്കുന്നത് എന്താ? അപ്പോൾ രേണുവിനെ അറിയാമല്ലേ ഇതൊക്കെ മോശമാണെന്ന്. ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് മോശമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. സബ്സ്ക്രിപ്ഷൻ ചെയ്തുകൊണ്ട് എത്ര ആൾക്കാർ നല്ല ഒരുപാട് ഫണ്ട് ഉണ്ടാക്കുന്നു, പൈസ ഉണ്ടാക്കുന്നു, അത് മോശമായിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് പേര് വാങ്ങിക്കൊടുത്തത് രേണുവാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ ഇടുന്ന കാര്യങ്ങൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേണു കാണിക്കുന്ന വൃത്തികേടുകൾ സ്ക്രീൻ റെക്കോർഡ് എടുത്ത് എല്ലാവരും ഇട്ടുകൊണ്ടൊക്കെ തന്നെയാണ് എല്ലാവരും അറിഞ്ഞിട്ട് രേണു ആണ് സബ്സ്ക്രിപ്ഷൻ ഇത്ര മോശമായിട്ട് സബ്സ്ക്രിപ്ഷൻ എന്നൊരു പേര് വന്നത്. അതുകൊണ്ടാണ് അത് സമ്മതിച്ചു. രേണു അതിനുള്ളിൽ കാട്ടിക്കൂട്ടുന്നത് എന്താണ്? രേണു ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഇത് മോശമായിട്ടുള്ളൊരു കാര്യമാണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് രേണു അവിടെ കാട്ടിക്കൂട്ടുന്നത്. അതിപ്പോൾ കണ്ട് ആസ്വദിക്കാൻ എന്താസ്വദിക്കാൻ നീ പറയുന്നുണ്ട്. ചെറ്റകളായിട്ടുള്ള കുറച്ച് പേര് ബ്ലോഗേഴ്സ് ഇവന്മാരെ എന്റെ സബ്സ്ക്രിപ്ഷനിൽ കയറിയിട്ട് ചെറ്റകള് അത് ആസ്വദിച്ചിട്ട് പുറത്തു വിടുന്നത്. ഇവന്മാരെ എന്താണ് പറയുന്നത്? എന്റെ പ്രൊമോഷനായിട്ട് ഞാൻ കാണുന്നു. ആദ്യം പറഞ്ഞേ എൻ്റെ സബ്സ്ക്രിപ്ഷൻ പൂട്ടിക്കാൻ നടക്കുകയാണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ആസ്വദിക്കാനായിട്ട് വന്നവരാന്ന് പറഞ്ഞു. പിന്നെ പറയണ് എൻ്റെ പ്രൊമോഷനായിട്ടാണ് ഞാൻ കാണുന്നത്. ശരിക്കും എന്താണ് സംഭവം? എന്താണ് രേണു ഉദ്ദേശിച്ചിരിക്കുന്നത്? ഇതാണ് അവസാനം പറഞ്ഞ സംഭവം. ഇതാണ് രേണുവിന് വേണ്ടത്. രേണുവിൻ്റെ പ്രൊമോഷൻ. രേണുവിന് കഞ്ഞി കുടിച്ച് പോകണം. ഇതൊക്കെയാണ് നടക്കുന്നത്. സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കും. ഇതൊക്കെയാണ് രേണുവിൻ്റെ, ഇതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ആസ്വദിക്കാനായിട്ട് വരൂ എന്ന് രേണു പറയുന്നു. അതേപോലെ ഇത് കാണുന്നവരും പറഞ്ഞു കൊടുക്കുന്നു. എന്തായാലും ഒന്നും കാണിക്കാത്ത രേണു കാണിക്കുന്നു നോക്ക്. ആദ്യം സാധാരണക്കാരെ പോലെ കഴുത്ത് എന്നിട്ട് പപ്പടം കഴിക്കണം. കറികൾ കുറെ വെച്ചിട്ടുണ്ട്. തന്നെ 3 ഉണ്ട്. അപ്പൊ അറിയാം കഴുത്തിന്റെ ഇത് ഇറങ്ങി കിടക്കാണെന്ന് അറിയാം അല്ലേ? സാധാരണക്കാരെ പോലെ രേണുസുതി ഡ്രസ്സ് കയറ്റിയിട്ട് പപ്പടം കഴിക്കുന്നു എന്ന്. അപ്പോൾ കഴുത്തിന് ഇറങ്ങി കിടക്കുകയാണെന്നും ഫ്രണ്ടിൽ ഇത്ര യൂട്യൂബേഴ്സ് വീഡിയോ പകർത്തുന്നുണ്ടെന്നും അറിയാം. അറിഞ്ഞിട്ട് കാണട്ടെ എന്ന് കരുതി നിൽക്കുകയാണല്ലേ. എന്താല്ലേ രേണു, ഇതൊക്കെ എല്ലാവർക്കും ഉള്ള അവയവങ്ങളൊക്കെ തന്നെയാണ്. സ്ത്രീക്ക് ഇങ്ങനെ പുരുഷനിങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ ഇങ്ങനെ തന്നെയാണ്. ഇപ്പോൾ രേണുവിനും ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്ത്രീ ആകുമ്പോൾ അതൊക്കെ ഉണ്ടാകുമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ രേണു അത് പ്രത്യേകിച്ചെടുത്ത് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിലപ്പോൾ ഒരുപക്ഷെ പണിയെടുക്കുമ്പോഴോ ബാക്കിയുള്ള അറിയാണ്ട് ഒരുപക്ഷെ ഡ്രസ്സ് ഇറക്കുള്ളതൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ അത് താന്ന് വന്നേക്കാം. അപ്പോൾ തന്നെ നമ്മളത് മാറ്റി ക്ലിയർ ചെയ്തിടും. ഇത് അങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടും അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നു. എന്ത് സ്ത്രീയാണ്? ഇതേപോലെ കുറേ എണ്ണങ്ങളുണ്ട്. അത് പിന്നെ ട്രാൻസ് ആണെന്ന് വയ്ക്കാം. ട്രാൻസിൽ കുറേ എണ്ണങ്ങളുണ്ട്. ആ ദീപ്തി കല്യാണം എന്ന് പറഞ്ഞൊരു ട്രാൻസ് ഉണ്ട്. അവരാണെങ്കിൽ ഇപ്പം സിലിക്കോണും അതെന്തും ആയിക്കോട്ടെ അവർ കുത്തിക്കയറ്റിക്കോട്ടെ, സമ്മതിച്ചു. സ്ത്രീ ആവണം എന്നാണ് അവരുടെ ആഗ്രഹം. അപ്പോൾ സ്ത്രീയെ പോലെ അവർ നടക്കുന്നു. സ്ത്രീ ആവണം എന്ന് പറഞ്ഞിട്ട് നടക്കുന്നത് അവർ പൈസ ഉണ്ടാക്കാനാണ്. ശരി, നിങ്ങൾ അങ്ങനെ പൈസ ഉണ്ടാക്കിക്കോ. എന്നിട്ട് സ്ത്രീകളുടെ ശരീരത്തിൽ എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ തുറന്ന് കാണിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളും ധരിച്ച് സ്ത്രീകളെ അപമാനിക്കുന്ന കുറച്ച് പേരുണ്ട് ട്രാൻസ്. അവരാണുങ്ങളൊക്കെ തന്നെയാണ്, പെണ്ണുങ്ങളാണെന്ന് പറഞ്ഞാൽ അവർ സ്വയം നടക്കുന്നു. എന്നിട്ട് സ്ത്രീകളെ പോലെയുള്ള ശരീരഭാഗങ്ങളും കുത്തിക്കയറ്റി അതും കാണിച്ചുകൊണ്ട് സ്ത്രീകളെ തന്നെ അപമാനിക്കാനായിട്ട് കുറേ എണ്ണങ്ങൾ വരുന്നു ട്രാൻസ്. അതിൻ്റെ ഇടയിൽ അതിനേക്കാൾ അപ്പുറമായിട്ട് രേണു. ഇവരൊക്കെ ഒരേ ഗണത്തിൽപ്പെടുന്നതാണ്. ഇപ്പോൾ രേണു ആണെങ്കിലും ദീപ്തി കല്യാൺ ആണെങ്കിലും ജാസി ആണെങ്കിലും പിന്നെ ശ്രീലക്ഷ്മി ആണെങ്കിലും ഇവരൊക്കെ ഒരു ലൂപ്പിലുള്ളതാണ്. ആ ലൂപ്പ് എന്താണെന്നൊക്കെ എനിക്കറിയാം. ഇനിയിപ്പോൾ ഞാനതൊന്നും പറയണമെന്നില്ല. അതുകൊണ്ടാണ് രേണുവിന് എന്തെങ്കിലും പറയുമ്പോൾ ഇവരൊക്കെ പുകഞ്ഞു വരുന്നത്. ഇവിടെ കൊള്ളുമ്പോൾ അവിടെ എല്ലാവർക്കും കൊള്ളും. അതുകൊണ്ടാണ് എല്ലാവരും കൂടി വരുന്നത്. എന്നാലും ഞാനതിനെക്കുറിച്ച് കൂടുതലൊന്നും അവരെന്തെങ്കിലും കാണിക്കട്ടെ. നമുക്കിപ്പോൾ എന്താ ഇട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും നമ്മൾ മോഡേൺ ആവാൻ പോണില്ല. ചെറിയ ഡ്രസ്സ് ഇട്ടെന്ന് വെച്ചുകൊണ്ട് ആരാ മോഡേൺ ആവാൻ പോണേ? രേണുവിൻ്റെ രീതി കണ്ടെന്ന് പറയുന്നത് കച്ചറ കാണിക്കുന്ന രീതി കച്ചറയും വല്ല മോഡേൺ ഡ്രസ്സ് ഇട്ട് വലിയ വലിയ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു ഇതുണ്ടാവണം എന്നില്ല. കഴിക്കുന്ന രീതി കാണുമ്പോൾ തന്നെ അറിയാം കച്ചറയൊന്നും. ഇത് രേണുസുതിയല്ലേ? മലയാള സോഷ്യൽ മീഡിയയിലെ ബിഗ് ബോസ് താരം രേണുസുതി. പൊന്നെ അമ്മാവാ, ബിഗ് ബോസ് താരം രേണുസുതി. ബിഗ് ബോസിന്റെ പേരുടെ കളയല്ലേ, കഷ്ടം. ഒന്ന് ഓർത്തോട്ടെ,
ഞാൻ വിഷ്ണു, നിങ്ങൾ ഒന്നിച്ചോണ്ട് റീൽ ചെയ്യാൻ കൊണ്ടുവന്നു. അപ്പൊ അവരല്ലേ ഇവര് 24 മണിക്കൂർ ഈ മൊബൈലിൽ കുത്തി എന്റെ മുല്ലക്കൽ അമ്മേ എനിക്ക് വട്ടായി. നമ്മുടെ ചെല്ലപ്പൻ ജോസ്യം പറഞ്ഞത് ശരിയാ, എനിക്കിപ്പോ ശനിദശയാ. എന്റെ ഭഗവതിയെ എന്നെ കാക്കണേ. ഇതൊരു ഷോർട്ട് ഫിലിമിന്റെ ഭാഗമാണ്. പക്ഷെ ഇത് രേണു ആരെ ട്രോൾ ചെയ്തോ, രേണുവിനെ ട്രോൾ ചെയ്താണോ അല്ലെങ്കിൽ നാട്ടുകാരെ ട്രോൾ ചെയ്താണോ? നാട്ടുകാർ അവരുടെ പൈസ കൊടുത്ത് റീചാർജ് ചെയ്ത് അവർ ഫേസ്ബുക്കും അവർ ഇൻസ്റ്റാഗ്രാമും അവർ യൂട്യൂബും തുറക്കുമ്പോൾ രേണുവിൻ്റെ മോന്ത കാണുമ്പോൾ ഡെഫിനറ്റ്ലി അവർക്ക് അവരുടെ ദേഷ്യം അവർ പല രീതിയിൽ അത് അറിയിക്കും. അതിനെ ട്രോളിക്കൊണ്ടാണ് ഇപ്പോൾ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നത്. ഇത് രേണു സൂതിയല്ലേ? തീർച്ചയായിട്ടും രേണു തുറന്നു. അപ്പോൾ രേണു ഇല്ല, ഒരു ഹോട്ടലിൽ നിന്ന് ഒരു ചെക്കനോട് ഇറങ്ങി വരുന്നതാണ്. രേണുവിൻ്റെ സ്റ്റോറി തന്നെ രേണു കാണിക്കുകയാണോ? ട്രോളാണോ? സമ്മതിച്ചു. അപ്പോൾ രേണു ഏതൊരു ഹോട്ടലിൽ നിന്ന് ഒരുത്തൻ്റെ കൂടെ ഇറങ്ങി വരുന്നു. അപ്പോൾ ഇത് കണ്ടൊരു അമ്മാവൻ ചോദിക്കുകയാണ്, ഇത് രേണു സൂതിയല്ലേ? അപ്പോൾ രേണു അല്ല. അപ്പോൾ അമ്മാവന് തോന്നല്, എപ്പോഴും ഞാൻ ഫോൺ നോക്കിക്കൊണ്ട് കാണുന്ന പെണ്ണുങ്ങളൊക്കെ രേണു സുതിയായിട്ട് തോന്നുകയാണോ? എവിടെ നോക്കിയാലും രേണു സുതി, എന്തോ ഒരു ശനിദശയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരാക്കല്. ശരി, അമ്മാവന്മാരാക്കി എല്ലാവരും ഫേസ്ബുക്ക് തുറക്കുമ്പോൾ രേണു സുതിയാണ് എന്നുള്ള ആക്കല്. അപ്പോൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയാൽ രേണു ഇങ്ങനെ തന്നെയാണോ? എപ്പോഴും ഹോട്ടലിൽ നിന്ന് ഇറങ്ങി പോകൊണ്ടിരിക്കുമോ? ഇപ്പോൾ കൂടെയുള്ള വിഷ്ണു എന്നാണ് ചെറുക്കനില്ലേ, അവൻ എനിക്ക് കുറച്ച് നാൾ മുമ്പ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഫേസ്ബുക്കിൽ കിടക്കുന്നുണ്ടോ അവൻ്റെ മെസ്സേജ്? അവൻ രേണുവായിട്ടുള്ള ഫോട്ടോസാണ് അവൻ എനിക്ക് അയച്ചു തന്നത്. അതിൻ്റെ വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട്, വീഡിയോ ചെയ്യാൻ എന്നോട് പറഞ്ഞിട്ടില്ല, പക്ഷെ അവൻ അയച്ചു തന്നു. അവൻ അയച്ചു തന്നത് അവനറിയാം ഈ ഫോട്ടോസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യുന്നത്. പക്ഷെ ഞാൻ ചെയ്യാനൊന്നും പോയില്ല, കാരണം എനിക്ക് എൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ചെയ്തില്ല. വീണ്ടും വന്നപ്പോൾ എനിക്ക് അവൻ്റെ പേരൊന്ന് പറയണം തോന്നി. ഇവനൊക്കെ എന്തുദ്ദേശിച്ചിട്ടാണ് രേണുവിൻ്റെ കൂടെ നടക്കണേ എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. രേണു സുതി എന്ന് പറയുന്ന അധ്യായം ഏകദേശം അണയാറായി. എന്താ പറയുക, അണയാൻ പോകുന്ന ആളിക്കത്തൊന്നും അറിയില്ലേ. ഇത് പറയുന്നത് ചുമ്മാ പറയണമെന്നല്ല, അതങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇപ്പോൾ ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ്, അണയും, അധികം വൈകില്ല. അതിനുള്ള ഇതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. രേണു ഓരോ ദിവസം ഡേ ബൈ ഡേ രേണു എന്ന് പറയുന്നൊരു വ്യക്തി അപമാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാ രേണു ഇങ്ങനെ സ്ത്രീകളൊക്കെ ഇങ്ങനെ അപമാനിക്കുന്നത്? വളരെ മോശം, വളരെ മോശം, കഷ്ടം. എന്തായാലും ഇത്രേ ഉള്ളൂ. നോക്കാന്താണ് കാത്തിരുന്ന് കാണാം. ഞാൻ നേരത്തെ വീഡിയോയിൽ 3 ബ്രേസ്ലെറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ കുരുമന്ത്രയിലെ എൻക്വയറി വരുന്നത് ദൃഷ്ടിദോഷം, കൺദൃഷ്ടി, പിന്നെ നെഗറ്റീവ് എനർജി, അതിനൊരു പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പറയുന്നത് ഇതാണ് കേട്ടോ. ഈ ഒരു ബ്രേസ്ലെറ്റാണ് ഞാൻ സജസ്റ്റ് ചെയ്യാറ്. ട്രിപ്പിൾ പ്രൊട്ടക്ഷനാണ് നമുക്ക് ഈ സ്റ്റോൺസ് തരുന്നത്. ഇത് ചുമ്മാ ധരിച്ചിട്ട് കാര്യമില്ലെന്നല്ല, ഈ സ്റ്റോണിന് ഒരു എനർജി ഉണ്ട്. ചുമ്മാ ധരിച്ചാലും അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടും. പക്ഷേ നിങ്ങൾ ധരിക്കുമ്പോൾ ചുമ്മാ ധരിക്കാതെ ഇത് നമ്മൾ റേക്കി എനർജൈസ് ചെയ്തിട്ട് നിങ്ങൾ ധരിക്കണം. റേക്കി ഹീൽ ചെയ്തിട്ട് നിങ്ങൾ ധരിക്കുകയാണെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ഒരു പ്രൊട്ടക്ഷനാണ്. അത് കൺദൃഷ്ടി ആയിക്കോട്ടെ, നെഗറ്റീവ് എനർജി ആയിക്കോട്ടെ, മറ്റാരെങ്കിലും ശത്രുദോഷം കൊണ്ട് നിങ്ങൾക്കെതിരെ ചെയ്ത് എന്തെങ്കിലും നിജപ്രവൃത്തി എന്തോ ആയിക്കോട്ടെ, അതിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷനാണ് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോൺ തരുന്നത്. ഇത് നമ്മൾ ഗുരുമന്ദിരയിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ ഓർഡറും നിങ്ങളുടെ പേരും നിങ്ങളുടെ ആവശ്യവും നിങ്ങളുടെ ജോലിയും നിങ്ങളുടെ ചുറ്റുപാടും എല്ലാം ചോദിച്ച് മനസ്സിലാക്കി ഓരോ സ്ലിപ്പുകളാക്കി എഴുതി വെച്ച് റേക്കി ഹീൽ ചെയ്തിട്ടാണ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്നത്. അതായത് നിങ്ങളുടെ എനർജി ഉണ്ടല്ലോ, നമുക്ക് ആസ് എ പേഴ്സൺ എനിക്കൊരു എനർജി ഉണ്ട്, നിങ്ങൾക്കൊരു എനർജി ഉണ്ട്, എല്ലാവർക്കും ഒരു എനർജി ഉണ്ടാവും. അത് നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം. ആ ഒരു എനർജി എടുത്ത് ഈ സ്റ്റോൺസ്, നാച്ചുറൽ സ്റ്റോൺസ്, അതായത് യൂണിവേഴ്സിലുള്ള ഓരോ തിങ്സിനും ഒരു എനർജി ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോണിനും എനർജി ഉണ്ട്. അപ്പോൾ ഈ എനർജി, ഈ സ്റ്റോൺസിലുള്ള ഈ എനർജിയും നമ്മുടെ എനർജിയും കൂടി എടുത്തിട്ട് നമ്മുടെ ആവശ്യം എന്താണോ അത് പറഞ്ഞിട്ടാണ് നമ്മൾ റേക്കി ഹീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ ലക്ക് അട്രാക്ട് ചെയ്യണമെന്നായിരിക്കും, അല്ലെങ്കിൽ ഹെൽത്ത് പരമായിട്ടുള്ളതാണെങ്കിൽ ഹെൽത്ത് ചെറുകൾ. അപ്പോൾ അതിൻ്റെ ആവശ്യങ്ങളൊക്കെ ഇതേപോലെ എഴുതിയിട്ടാണ് നമ്മൾ റേക്കി ഹീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് വേണമെന്നുള്ളവർ നമ്മുടെ ഈ നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക, വാട്സപ്പ് ചെയ്താൽ മതി. അതിനുശേഷം നിങ്ങളുടെ പേരും നിങ്ങളുടെ ആവശ്യമൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഓരോ സ്റ്റോൺസും സജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ഇത് പറഞ്ഞത് ദൃഷ്ടിദോഷം, കൺദൃഷ്ടി, നെഗറ്റീവ് എനർജിയുടെ ബുദ്ധിമുട്ട്, ശത്രുദോഷം, അതിനൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്റ്റോൺ യൂസ് ചെയ്യുന്നത്. ട്രിപ്പിൾ പ്രൊട്ടക്ഷനാണ് കേട്ടോ ഈ സ്റ്റോൺ ധരിച്ചാൽ നമുക്ക് കിട്ടുന്നത്. അതുപോലെ ചിലവർ പറയുന്നത് ബന്ധങ്ങളൊന്ന് സ്ട്രോങ് ആക്കാൻ, അത് ഹസ്ബൻഡ് വൈഫ് ബന്ധമായിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, മറ്റ് അയൽവക്കക്കാർ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിലായുള്ള പാർട്ട്നേഴ്സ്, എന്ത് ബന്ധങ്ങളാണ്, എന്ത് റിലേഷൻ ആണെങ്കിലും ആ ബന്ധങ്ങളൊക്കെ ഒന്ന് സ്ട്രോങ് ആക്കി നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇഷ്ടം, മറ്റുള്ളവരോട് ഒരു ഇഷ്ടം, നമുക്ക് എല്ലാ ബന്ധങ്ങളും ഒന്ന് ഓക്കെ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റോൺ യൂസ് ചെയ്യുന്നത്. ഇത് റോഡ് സ്കോട്ട്സിൻ്റെ ബ്രേസ്ലെറ്റ് ആട്ടോ. അത് പ്രത്യേകിച്ച് ഇത് പ്രണയബന്ധം, പൂവണിയാനൊക്കെ ഉപയോഗിക്കുന്നൊരു സ്റ്റോണാണ്. അതിനുള്ളൊരു എനർജി ഉണ്ട്. നമ്മൾ അത്തരത്തിൽ ഹീൽ ചെയ്യണമെങ്കിൽ അതായിരിക്കും നടക്കുക. അല്ലാതെ നമ്മൾ
നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ ഫാമിലി, നമ്മുടെ ഹസ്ബൻഡ് വൈഫ് റിലേഷൻ നല്ല രീതിയിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് റേക്കി ഹീൽ ചെയ്താൽ ആ ഒരു ബെനിഫിറ്റ് ആയിരിക്കും നമുക്ക് ഇതിന് കിട്ടുക. അല്ലെങ്കിൽ സുഹൃത്തുക്കളായിട്ടുള്ള റിലേഷൻ നല്ല രീതിയിൽ പോകണം. നമ്മുടെ എന്ത് ബന്ധമാണെങ്കിലും അത്തരത്തിൽ ബന്ധങ്ങൾ സ്ട്രോങ് ആക്കി വെക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു ബ്രേസ്ലെറ്റ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ചിലവർക്ക് ധരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ധരിക്കാനായിട്ടൊക്കെ താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ രാത്രി കിടന്നുറങ്ങുമ്പോഴല്ലോ നിങ്ങളുടെ പില്ലോടെ അടിയിൽ വെച്ച് കിടന്നാൽ മതി, തലേണയുടെ അടിയിൽ വെച്ച് നിങ്ങൾ കിടന്നാൽ മതി. നമുക്ക് ആ ഒരു എനർജി കിട്ടും, ഇതിൻ്റെ ഒരു എനർജി നമുക്ക് കിട്ടും. എല്ലാവർക്കും എല്ലാം ബ്രേസ്ലെറ്റിൽ ഒരുപാട് ധരിക്കാനായിട്ട് താല്പര്യം ഉണ്ടാവില്ല, പ്രത്യേകിച്ച് ആണുങ്ങൾക്കൊക്കെ താല്പര്യം ഉണ്ടാവില്ല, ചില കുട്ടികൾക്കും താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങളിത് പില്ലോടെ അടിയിൽ വെക്കാം, അല്ലെങ്കിൽ ബാഗിൽ വെക്കാം. രാത്രി കിടക്കുമ്പോൾ ഉറപ്പായിട്ടും പില്ലോടെ അടിയിൽ വെച്ചിട്ട് കിടക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഒരു ബ്രേസ്ലെറ്റ്. ഇതുപോലെ ഇപ്പോൾ ജോബ് കുറേ പേര് പുതിയത് നോക്കുന്നവരുണ്ട്, ഒരുപാട് പേര് ജോബ് നോക്കി നിൽക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ലക്ക് അട്രാക്റ്റ് ചെയ്യാനും ഇൻകം അട്രാക്റ്റ് ചെയ്ത് വരാനൊക്കെ ആയിട്ട് ചിലർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുമായിരിക്കും. പക്ഷേ ബിസിനസ് ഒന്നും നടക്കുന്നില്ല, എന്തൊക്കെയോ തടസ്സങ്ങൾ, ഐഡിയാസൊക്കെ ഉണ്ടാകും, പക്ഷേ ആ ഒരു രീതിയിലേക്ക് എത്തുന്നില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ ഞാൻ സജസ്റ്റ് ചെയ്യാറ് ഈ ഒരു ബ്രേസ്ലെറ്റാണ് കേട്ടോ. അങ്ങനെയുള്ളവർ ബിസിനസ് ഗ്രോത്ത് ആയിരിക്കും എന്നോട് ചോദിക്കുന്നത്, മണി അട്രാക്ഷൻ ബിസിനസ് ഗ്രോത്ത് ബ്രേസ്ലെറ്റ് ആയിരിക്കും ചോദിക്കുക. പക്ഷെ അങ്ങനെ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ഭംഗിയാക്കാൻ സ്റ്റാർട്ട് ചെയ്യുകയാണല്ലേ, അപ്പോൾ നമുക്ക് ലക്കല്ലേ ആദ്യം അട്രാക്ട് ചെയ്ത് വരണ്ടേ, അത് കണ്ടിട്ടാണല്ലോ പൈസ വരുന്നത്, ഇൻകം വരുന്നത്. അപ്പോൾ ലക്ക് അട്രാക്ട് ചെയ്യണം, നമ്മൾ അത് നോക്കേണ്ടതാ. ഈ ഗ്രീൻ അവഞ്ചറില്ലേ, ഇതാണ് നിങ്ങളിത് മണി അട്രാക്ട് ചെയ്യാനുള്ള പവറും ഈ ഒരു ബ്രേസ്ലെറ്റിനുണ്ട്, ഈ ഒരു സ്റ്റോണിനുണ്ട്. അപ്പോൾ മണി അട്രാക്ട് ചെയ്യും, പക്ഷെ അതിനോടൊപ്പം തന്നെ ലക്ക് അട്രാക്ട് ചെയ്യും. നമ്മൾ അതിന് ലക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാം നമ്മളിലേക്ക്. ഇതാണ് ഞാൻ അവർക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ലക്ക് അട്രാക്ട് ചെയ്ത് നമ്മളിലേക്ക് വന്ന ശേഷം നമുക്ക് മണി അട്രാക്ട് ചെയ്യാം. ഉറപ്പായിട്ടും മണി അട്രാക്ട് ചെയ്യുന്ന ഒരു സ്റ്റോൺ ആണിത്. അപ്പോൾ ഇത് വേണ്ടവർ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യുക, മെസ്സേജ് അയയ്ക്കാം. അപ്പോൾ നിങ്ങളുടെ പേരും നിങ്ങളുടെ ആവശ്യം പറഞ്ഞിട്ട് നമ്മൾ റേക്കി ഹീൽ ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കും. എറണാകുളം ഭാഗത്തുള്ളവർ, എറണാകുളം, തൃശ്ശൂർ, ആലപ്പുഴ ഭാഗത്തുള്ളവരൊക്കെ ആണെങ്കിൽ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ഇത് കിട്ടും. ബാക്കി ദൂരെയുള്ളവരൊക്കെ ആണെങ്കിൽ, അതിനപ്പുറമുള്ളവരൊക്കെ ആണെങ്കിൽ 2 ദിവസം, മാക്സിമം 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഇത് കിട്ടും. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് അയക്കുമ്പോൾ ഉള്ളൊരു ഡിലേ ആണ് വരുന്നത്. അതായത് ഓരോരുത്തരുടെ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ 10-15 പേരുടെയൊക്കെ ആയിരിക്കും നമ്മൾ രാവിലെ ഒരു സെക്ഷൻ എടുക്കുക. ഫുൾ ടൈം നമ്മൾ ഇതിന് വേണ്ടിയിട്ടല്ല, നമുക്ക് വേറെയും ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഫുൾ ടൈം രാവിലെ കുറച്ച് സമയമായിരിക്കും ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ എടുക്കുന്ന ആൾക്കാരുടെ ആയിരിക്കും നമ്മൾ ആ ദിവസം അയക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേരും, നിങ്ങൾ ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് നിങ്ങളുടെ ആവശ്യം പറഞ്ഞ് ചെയ്തു വരുമ്പോൾ ചിലപ്പോൾ ഒരു ടൈം എടുക്കും. നമുക്ക് ചുമ്മാ നിങ്ങൾക്ക് അയച്ചു തന്നാൽ കാര്യമില്ലല്ലോ, നിങ്ങളുടെ ആവശ്യം പറഞ്ഞ് ഹീൽ ചെയ്യണ്ടേ നമ്മൾ. അപ്പോൾ ഹീൽ ചെയ്യുമ്പോൾ നമ്മുടെ ഈ കയ്യിൽ ആ ഒരു വൈബ്രേഷൻ കിട്ടും. ആ വൈബ്രേഷൻ വരുന്നവരെ നമ്മളിത് ചെയ്യണം. അതിനൊക്കെ അതിൻ്റെതായ രീതിയുണ്ട്, അതിൻ്റെതായ സിമ്പിൾസ് ഉണ്ട്. നിങ്ങൾ ഓർഡർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. നമ്മൾ ഓരോരുത്തരുടെ അടുത്ത് നമുക്ക് റേക്കി ഹീലും കാര്യങ്ങളൊക്കെ, അത് പൂജ്യമൊന്നും അല്ല കേട്ടോ, ഇത് റേക്കി ഹീലും സിമ്പിളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അത് വെച്ചിട്ട് റേക്കി ഹീൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും നിങ്ങളുടെ ആവശ്യം പറയുമ്പോൾ നമ്മുടെ ഈ കയ്യിൽ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യും. ആ വൈബ്രേഷൻ ഫീൽ ചെയ്യണ വരെ നമ്മൾ, ചിലവരുടെയൊക്കെ പെട്ടെന്ന് നടക്കും, ചിലവരുടെയൊക്കെ ലേറ്റായി, അപ്പോൾ അതുവരെ നമ്മൾ ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് ഡിലേ വരുന്നത്. അധികം ഡിലേ ഒന്നും വരില്ല, അയച്ചു കഴിഞ്ഞാൽ 1-2 ദിവസം കിട്ടും. അയക്കാനായിട്ട് 1-2 ദിവസം ഡിലേ വരത്തുള്ളൂ. എന്നോട് ഇന്നലെ ഓർഡർ ചെയ്തവരുടെയൊക്കെ ഞാൻ ഇന്ന് അയക്കും. പിന്നെ 2-3 ദിവസം മുമ്പ് അയച്ചവരുണ്ട്, അവരുടെ സ്റ്റോക്ക് ഇന്നാണ് വന്നത്. സ്റ്റോക്ക് തീർന്ന ശേഷമാണ് അവർ ഓർഡർ പ്ലേസ് ചെയ്തത്, അതുകൊണ്ടാണ് ഡിലേ വന്നത്. ഈ ആഴ്ച ഉള്ളവരൊക്കെ പോയിട്ടുണ്ട് മാക്സിമം. പിന്നെ കുറച്ച് 2 ദിവസം മുമ്പ് വരെയുള്ളവരുടെയാണ് ഡിലേ ഉള്ളത്. അത് നാളത്തേക്കുള്ളിൽ എല്ലാ പെൻഡിങ്ങും ക്ലോസ് ആവും. എല്ലാവർക്കും ഉള്ളത് ഞാൻ അയച്ചിട്ടുണ്ട്, വരും. 2 ദിവസമുള്ള എല്ലാവർക്കും കിട്ടും. നിങ്ങളുടെ ഓരോരുത്തരുടെ എടുത്തിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഡിലേ വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗുരുമന്ത്ര അപ്ഡേറ്റ്. അപ്പോൾ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ശരി, നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും